നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു 2014 മുതൽ 2024 വരെ. നമുക്കറിയാം, നെഹ്റു അധികാരത്തിലേക്ക് എത്തിയ കാലഘട്ടത്തിൽ ആ സമയത്ത് കോൺഗ്രസിനുണ്ടായിരുന്ന മുൻതൂക്കം എന്നത് BJPക്ക് ഒരു ഘട്ടത്തിലും നേടിയെടുക്കാൻ കഴിയാത്തത്ര മുൻതൂക്കമായിരുന്നു. കോൺഗ്രസ് നേടിയതുപോലെ ഒരു വിജയം BJP ഒരു കാലത്തും നേടിയെടുക്കാൻ കഴിയുകയുമില്ല. അതിന് കാരണം BJP എല്ലാവരെയും വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നത് തന്നെയാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്നത് തന്നെയാണ് അവരുടെ ഭരണം. അതായത് അടിച്ചമർത്തൽ നയം, ഫാസിസ്റ്റ് നയം, ഇതെല്ലാം പിന്തുടരാനാണ് അവർ ശ്രമിക്കുന്നത്. ഗോൾവാക്കറും സവാക്കറും ഒക്കെയാണ് അവരുടെ ഐഡിയോളജിസ്റ്റുകൾ എന്നതിരിക്കെ അവരൊരിക്കലും മതേതരത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയോ സെക്കുലർ ആശയങ്ങളെ പ്രകീർത്തിക്കുകയോ ചെയ്യുകയില്ല. കൃത്യമായും എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്സ്, തീവ്രമായ വലതുപക്ഷ രാഷ്ട്രീയം, അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ രീതിയിൽ പിന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങൾക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും BJP ഒരുപോലെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുകയാണ്. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ലോക്സഭയിലും അത് നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃത്യമായി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ ആവശ്യമുണ്ട്. അതും പ്രതിപക്ഷത്തുള്ള ഏറ്റവും കരുത്തരായ പാർട്ടി, ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി. 2014 തമ്പിദുരിയായിരുന്നു ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറെങ്കിൽ ഇത്തവണ കോൺഗ്രസിന് അത് കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുകയാണ്. എന്നാൽ അതിനകത്തും ഒരു കാര്യമുണ്ട്. DMKക്ക് കൊടുക്കാം, അതിന് പകരമായി വലിയ രീതിയിലുള്ള സന്ധി ചെയ്യണം എന്ന രീതിയിലേക്ക് ഒരു ഡീൽ നടത്താൻ BJP ചില ശ്രമങ്ങൾ നടത്തി. ഇത്തരം കളികളുടെ മുന്നിൽ DMK വീഴില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞതോടുകൂടി BJP കട്ടയും പടവും മടക്കിയിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. സമാജ്വാദി പാർട്ടിയെ എങ്ങനെയെങ്കിലും കൂട്ടുപിടിക്കാമോ എന്നായി അടുത്ത മാർഗം. അതിനും വഴങ്ങാത്തതുകൊണ്ട് അഖിലേഷ് യാദവിലുള്ള പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു, ഓപ്പോസിഷൻ ലീഡർ എന്നതുപോലെ തന്നെ പ്രാധാന്യമാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി. അത് ഞങ്ങൾ ഭരണഘടനാപരമായി നേടിയെടുക്കും. നിങ്ങൾ കഴിഞ്ഞ തവണയോ അതിൻ്റെ കഴിഞ്ഞ തവണയോ ഒന്നും തന്നെ പ്രതിപക്ഷത്ത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള കോൺഗ്രസ്സിന് നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ പിടിച്ചു വാങ്ങിയിരിക്കും. അതിന് സ്പീക്കർ ഓം ബിർളയ്ക്ക് ഒന്നും തടുക്കാൻ കഴിയില്ല. ഇത് ഞങ്ങളുടെ അവകാശമാണ്, ജനങ്ങൾ തന്ന അവകാശം. കൃത്യമായും പൗരർ തന്ന, ഇന്ത്യയിലെ പൗരന്മാർ തന്ന അവകാശത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അതിനകത്ത് വെള്ളം ചേർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി കർക്കശമായി ഓം ബിർളയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ്. ഇനിയും ഓം ബിർള തക്കിട തരികിടയുമായി BJPയെ സഹായിക്കാം എന്ന് വിചാരിച്ചാൽ അത് 8 മടക്കി മടിക്കുത്തിന് താഴെ വയ്ക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ. കാരണം ഇത് പഴയ രാഹുൽ ഗാന്ധി അല്ല. എല്ലാം കണ്ടും കേട്ടും ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും മറുപടി പറയാൻ ജനങ്ങളെ സാക്ഷ്യം നിർത്തി രാഹുൽ ഗാന്ധിക്ക് ഇന്ന് കഴിയും. അതും വളരെ അനായാസം എന്നുള്ളത് ഓം ബിർള ഓർത്താൽ നന്ന് എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്.